ബോബി ചെമ്മണ്ണൂരിനെ വയനാട്ടിലെ എസ്റ്റേറ്റിൽ നിന്നാണ് പിടികൂടിയിരിക്കുന്നത്. കൊച്ചിയിലേക്ക് കൊണ്ടുവരികയാണ്. അതിന്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ ഞങ്ങളുടെ വാർത്താ സംഘം ഒപ്പമുണ്ട്. പരാതിയിൽ നിന്ന് പിന്നോട്ടില്ല. റിപ്പോർട്ടറിലൂടെയാണ് ബോബി ചെമ്മണ്ണൂർ താൻ ഖേദം പ്രകടിപ്പിക്കുന്നതായി അറിയിച്ചത്. അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമാക്കിയത്. എന്നാൽ ആ ഖേദപ്രകടനം സ്വീകരിക്കുന്നില്ല ഹണി റോസ് എന്നുള്ളതാണ് ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹണി റോസിന്റെ പരാതിയിൽ ബോബി ചെമ്മണ്ണൂർ പിടിയിൽ. ബോച്ചെ കൽപ്പറ്റ പുത്തൂർ വയൽ പോലീസ് ക്യാമ്പിലാണുള്ളത്. നമുക്കൊപ്പം സൈഫുന്നിസ അലിയാർ തുടരുന്നുണ്ട്. സൈഫുന്നിസ, റിപ്പോർട്ടറിലൂടെ ബോബി ചെമ്മണ്ണൂർ പറഞ്ഞ മാപ്പ് തനിക്ക് വേണ്ടെന്ന് പറയുന്നു ഹണി റോസ്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എവിടെ എത്തിച്ചിട്ടുണ്ട്? സുജയ, വയനാട് മേപ്പാടിയിലെ ഇയാളുടെ എസ്റ്റേറ്റിൽ നിന്നാണ് ബോബി ചെമ്മണ്ണൂരിനെ എറണാകുളം സെൻട്രൽ പോലീസ് സംഘം എത്തി കസ്റ്റഡിയിൽ എടുത്തത്. അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല. നിലവിൽ ഇപ്പോൾ ഇയാളത് വയനാട് കൽപ്പറ്റയിലെ AR ക്യാമ്പിലാണ് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത്. ഇവിടെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം മാത്രമേ കൊച്ചിയിലേക്ക് കൊണ്ടുവരാനുള്ള സാധ്യതയുള്ളൂ എന്നുമാണ് മനസ്സിലാക്കുന്നത്. ദീപക് മോഹൻ, ബോബി ചെമ്മണ്ണൂരിനെ ഇപ്പോൾ പുത്തൂർ വയലിലെ പോലീസ് ക്യാമ്പിലേക്കാണോ എത്തിച്ചിരിക്കുന്നത്? അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ നമ്മളിപ്പോൾ കാണുന്നുണ്ട്. വിവരങ്ങൾ ദീപക്. സുജിയ, ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇത് കൽപ്പറ്റ പുത്തൂർ വയലിലെ പോലീസ് AR ക്യാമ്പാണ്. ഈ ക്യാമ്പിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്ന പോലീസ് സംഘം ഇപ്പോൾ ഉള്ളത്. ആ ദൃശ്യങ്ങളിൽ നമുക്ക് വ്യക്തമായി കാണാം. ആ കറുത്ത ഇന്നോവ കളർ വാഹനത്തിൽ ബോബി ചെമ്മണ്ണൂർ അടക്കമുള്ള ആളുകൾ ഉണ്ടെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അല്പം മുൻപാണ് ഈ മേപ്പാടിയിലെ ചുളിക്കയിലുള്ള ബോച്ചെ 1000 ഏക്കറിൽ നിന്ന് എറണാകുളം നിന്നുള്ള പോലീസ് സംഘവും ഒപ്പം ഈ വയനാട്ടിൽ നിന്നുള്ള പോലീസ് സംഘം ഉൾപ്പെടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ ആളുകളെത്തി ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ ഈ ജില്ലാ ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിൽ, അതായത് പുത്തൂർ വയലിലെ പോലീസ് ക്യാമ്പിലാണ് ബോച്ചെ ഉള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. നമ്മളിവിടെ എത്തിയ സമയത്ത് ഇവിടുത്തെ പ്രധാന ഗേറ്റ് തുറന്നു കിടക്കുകയായിരുന്നു. മാധ്യമങ്ങളെ കണ്ടയുടൻ പോലീസുകാർ ഈ ഗേറ്റ് അടച്ചതാണ്. അതിനിടെ നമുക്ക് മറ്റൊരു ഭാഗത്തു നിന്ന് ഈ ബോച്ചയുടെ വാഹനം കാണുന്ന രീതിയിലുള്ള ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. സുജയ, ഇപ്പോൾ ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചിരിക്കുന്ന പുത്തൂർ വയൽ പോലീസ് ക്യാമ്പിൽ നിന്നുള്ള എക്സ്ക്ലൂസീവ് ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ പ്രതിനിധി ദീപക് മോഹനും നമ്മുടെ വാർത്താ സംഘവും എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വീഡിയോ ജേർണലിസ്റ്റ് കൃത്യമായി ഇപ്പോൾ കാട്ടിത്തരുന്നത് പുത്തൂർ വയൽ പോലീസ് ക്യാമ്പാണ്. റിപ്പോർട്ടർ എക്സ്ക്ലൂസീവ്. ബോബി ചെമ്മണ്ണൂരിനെ എപ്പോഴാണ് ഇവിടേക്ക് എത്തിച്ചത് ദീപക്? സുജയ, ചോദ്യം വ്യക്തമായില്ല. ദീപക് മോഹൻ, എപ്പോഴാണ് പുത്തൂർ വയലിലെ ക്യാമ്പിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ എത്തിച്ചത്? സുജയ, അല്പം മുൻപാണ്, അതായത് ഇന്നലെയോടുകൂടി ഈ പോലീസ് സംഘം വയനാട്ടിലെത്തിയിരുന്നു. പക്ഷേ ബോബി ചെമ്മണ്ണൂർ എവിടെയാണെന്നതിനെ പറ്റി കൂടുതൽ സ്ഥിരീകരണം ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് പോലീസ് വിശദമായ അന്വേഷണത്തിനൊടുവിൽ അദ്ദേഹത്തിന്റെ എസ്റ്റേറ്റായ പിന്നീടാണ് പോലീസ് സംഘം ഇവിടെ നിന്ന്, അതായത് വയനാട്ടിലെ പോലീസിന്റെ സഹായത്തോടുകൂടി ഇവിടെ നിന്ന്, അതായത് ഈ അദ്ദേഹത്തിന്റെ ചുളിക്കയിലെ എസ്റ്റേറ്റിൽ നിന്ന് ഈ ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇപ്പോൾ കസ്റ്റഡിയിലെടുത്ത് അല്പം മുൻപാണ് ഈ ബോച്ചയെ, അതായത് ബോബി ചെമ്മണ്ണൂരിനെ അവിടെ നിന്ന് വയനാട് പുത്തൂർ വയലിലുള്ള ഈ AR ക്യാമ്പിലേക്ക് എത്തിച്ചത്. ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഈ AR ക്യാമ്പിനകത്ത് ഉണ്ട്. നിലവിൽ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ്. രാവിലെ മേപ്പാടി ചുളിക്കയിലുള്ള എസ്റ്റേറ്റിൽ നിന്ന് ഈ പുത്തൂർ വയൽ ക്യാമ്പിലേക്ക് എത്തിച്ചത്. ബോബി ചെമ്മണ്ണൂർ ഇപ്പോൾ നിലവിൽ അകത്ത് കസ്റ്റഡിയിൽ തന്നെയുണ്ട്. അതായത് കൂടെ ഉണ്ടായിരുന്ന പോലീസ് സംഘം, എറണാകുളത്ത് നിന്നെത്തിയ പ്രത്യേക പോലീസ് അന്വേഷണ സംഘവും ഇവിടെയുണ്ട്. അവർ മാധ്യമങ്ങൾ അകത്തോട് പ്രവേശിക്കാതിരിക്കാൻ ഈ പ്രധാന കവാടത്തിലെ വാതിൽ അടച്ചിരിക്കുകയാണ്. വയനാട്ടിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് ഇപ്പോൾ AR ക്യാമ്പിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. കൽപ്പറ്റ പുത്തൂർ വയലിലെ പോലീസ് ക്യാമ്പിലാണ് ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ഉള്ളത്. ഹണി റോസിന്റെ പരാതിയിൽ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. ഇനി ചോദ്യം ചെയ്യലിന് ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തുകയോ എങ്ങനെയൊക്കെയാണ് ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ? സുജയ, തീർച്ചയായും ഈ കേസുമായി ബന്ധപ്പെട്ട് രാവിലെ ബോബി ചെമ്മണ്ണൂരിനെ കസ്റ്റഡിയിലെത്തിയ ശേഷം ഇപ്പോൾ പോലീസിന്റെ AR ക്യാമ്പിൽ എത്തിച്ചിരിക്കുകയാണ്. ഇനി ഇവിടെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷമാകും അറസ്റ്റ് രേഖപ്പെടുത്തുക. ഈ രാവിലെ കസ്റ്റഡിയാണ് എടുത്തിരിക്കുന്നത്. ഇനി അറസ്റ്റ് അടുത്ത മണിക്കൂറുകളിൽ രേഖപ്പെടുത്തുകയുള്ളൂ. ഇതിനോടകം തന്നെ ഏത് സാഹചര്യത്തിലാണ് ഇത്തരം പ്രയോഗം നടത്തിയത്, ഈ ദ്വയാർത്ഥ പ്രയോഗങ്ങൾ പ്രഥമദൃഷ്ട്യാ തന്നെ ബോധ്യപ്പെടുന്ന രീതിയിലുള്ള വീഡിയോ ദൃശ്യങ്ങളടക്കമാണ് ഈ ഹണി റോസ് പരാതി നൽകിയിരിക്കുന്നത്, പരാതിക്കൊപ്പം തെളിവായി നൽകിയിരിക്കുന്നത്. ഇതെല്ലാം നിരത്തി വെച്ചുകൊണ്ടുള്ള ഒരു ചോദ്യം ചെയ്യലാകും
എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സെൻട്രൽ ACP ജയകുമാർ അടക്കമുള്ളവർ ഇപ്പോൾ വയനാട്ടിൽ ഉണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഈ സംഘം ഇന്ന് ചോദ്യം ചെയ്യലും ഒപ്പം തന്നെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷമാകും കൊച്ചിയിലേക്ക് പുറപ്പെടുക എന്നാണ് മനസ്സിലാകുന്നത്. ഇതിനുശേഷം മാത്രമേ കോടതിയിൽ ഹാജരാക്കുകയുള്ളൂ. ഇന്ന് രാവിലെയാണ് കസ്റ്റഡി എടുത്തത്. ഉച്ചയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയാൽ പോലും നാളെ ഉച്ചവരെ സമയമുണ്ട്. അതിനകത്ത് പോലീസിനെ കോടതിയിൽ ഹാജരാക്കിയാൽ മതി. ആ ഒരു സമയമുണ്ട്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യൽ ഉണ്ടാകുമെന്നുള്ളതാണ്.